ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. സോ ഇനി ഓണം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പഠിച്ചു തുടങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എനിക്ക് തോന്നുന്നു പ്രോബ്ലംസ് ആണ് ഇവരെ ഏറ്റവും വലയ്ക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രോബ്ലം ലിമിറ്റിംഗ് റിയേജനും സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനും ആയിരിക്കും. മോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസും ആയിരിക്കും. ഇത് സൂപ്പർ ട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകും. അതായത് നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ 1-2 ദിവസം ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തലയിൽ നിൽക്കാത്ത പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ സെറ്റ് ആക്കി തരും. ഒരു 3 മാർക്ക്, ഓരോ പ്രോബ്ലത്തിനും മിനിമം 3 മാർക്ക് ഉണ്ട്. അപ്പൊ ട്രിക്സ് മാത്രമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ട്രിക്സ് ഉപയോഗിച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അങ്ങ് പഠിക്കും. റെഡി അല്ലേ? അപ്പൊ തുടങ്ങും, നമ്മൾ റെഡി, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കോൺസെപ്റ്റ് ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റിനെ പറ്റി അഞ്ജിത മിസ്സിന് വലിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നില്ല. അതായത് മക്കളെ, എനിക്കിപ്പോ ഒരു കപ്പ് കോഫി ഉണ്ടാക്കണം. ഒരു കപ്പ് കോഫി 20 cups of coffee. 20 കപ്പ് കോഫി ഉണ്ടാക്കണം അഞ്ജിത മിസ്സിന്. എത്ര? 20 കപ്പ് കോഫി. അപ്പൊ പ്രൊഡക്റ്റ് 20 കപ്പ് കോഫിയാണ്. ഇനി എന്റെ കയ്യിലുള്ളത് 1 ഗ്ലാസ് പാലുണ്ട്, 1 കിലോ കോഫി പൗഡർ ഉണ്ട്, 1 കിലോ പഞ്ചസാര, 1 കിലോഗ്രാം ഷുഗറും 1 കിലോഗ്രാം കോഫി പൗഡറും ഉണ്ട്. പക്ഷേ 1 ഗ്ലാസ് പാൽ, 1 ഗ്ലാസ് ഒരു ഗ്ലാസ് പാലില് അപ്പൊ എത്ര കപ്പ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും? 1 ഗ്ലാസ് പാല് കൊണ്ട് ഞാനാണെങ്കിൽ മാക്സിമം 2 അല്ലെങ്കിൽ 3, മാക്സിമം വരാൻ പറ്റില്ല, 2 അല്ലെങ്കിൽ 3 കപ്പ് കോഫി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ 1 കപ്പ് പാലേ ഉള്ളൂ, 1 ഗ്ലാസ് പാലേ ഉള്ളൂ. അപ്പൊ ഇവിടെ 20 കപ്പ് കോഫി നമ്മൾ ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയത് 2 കപ്പാണ്. അതിന്റെ കാരണം, റീസൺ ആരാണ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. മക്കൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പഞ്ചസാരയുമുണ്ട്, ഷുഗറുമുണ്ട്. എനിക്ക് ഷുഗർ ഉണ്ടതല്ല, ഷുഗറും കയ്യിൽ, എക്സസ് ഷുഗറും കയ്യിലുണ്ട്, കോഫി പൗഡറും കയ്യിലുണ്ട്. പക്ഷെ എന്തില്ല? പാലില്ല. പാല് തീർന്നു പോയി. 20 കപ്പ് കോഫി കിട്ടേണ്ടടുത്ത് 2 കപ്പാണ് കിട്ടിയത്. അതിന്റെ കാരണം പാല് തീർന്നു. സോ പാലാണ് ഇവിടെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ള ആള്. ഇതേപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം ആരാണോ തീർന്നു പോകുന്നത് അയാളായിരിക്കും ലിമിറ്റിംഗ്. ഇവിടെ പാലാണ് തീർന്നെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെയല്ലേ പറഞ്ഞപ്പോ? ഓക്കെ, പാലാണ് തീർന്നെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനും ആദ്യം കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയാക്ടന്റ് ആരാണോ അയാളെ നമുക്ക് വിളിക്കാം ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് വിളിക്കാം. യെസ്, അതേപോലെ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കും, ലിമിറ്റിംഗ് റിയേജന്റ് അല്ലാണ്ട് ഇപ്പൊ ആർട്ടി നമുക്ക് 1 ഗ്ലാസ് പാല് തന്നു, ആ പാല് വെച്ച് എത്ര കപ്പ് കോഫി ഉണ്ടാക്കാം എന്നൊരു ചോദ്യം വരും. അതേപോലെ തന്നിരിക്കുന്ന റിയാക്ടന്റ് ഉപയോഗിച്ച് എത്ര എമൗണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വരും. അതിനും ഒരു സൂപ്പർ ട്രിക്ക്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കാര്യം, ഇവിടെ ഉണ്ടാവുന്ന കപ്പ് കോഫിയുടെ അളവ് തീരുമാനിക്കുന്ന ആരാ? പാലാണ് അല്ലെ? അപ്പൊ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആയിരിക്കും പ്രോഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുക. അതൊന്ന് മനസ്സിൽ വെച്ച പ്രോബ്ലം ചെയ്യുന്നു കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ സമയം കളയാതെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 5 mol NH3 is mixed with 6 mol O2 to form NO and H2O. Which is the limiting reagent? അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് 5 മോൾ അമോണിയ, ഇക്വേഷനിലല്ല ക്വസ്റ്റ്യനിൽ 5 മോൾ അമോണിയം തന്നിട്ടുണ്ട്, 6 മോൾ ഓക്സിജനും തന്നിട്ടുണ്ട്. ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് NOയും H2Oയുമാണ്. ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തുന്നത്. അടുത്ത ലൈനിലേക്ക് നമ്മൾ ട്രിക്സ് പഠിക്കാൻ പോവാണ്. റെഡി അല്ലേ? ഫസ്റ്റ് ട്രിക്ക് ഞാനാണ് എഴുതുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചോ, കൈയടിച്ചോളി. ഓക്കെ, റെഡി? ഇത് ആർട്ടിനെ കൈവച്ചോ? മാറ്റേണ്ടി വരും. 4NH3 മിസ്റ്റർ ഓർമ്മയില്ല. 4 റെഡ് പാളി അല്ല, നമ്മളെ മറ്റേ ബ്രഷ് എടുത്തോ, നമ്മുടെ ബ്രഷ്. യെസ്, യെല്ലോ വേണ്ട. ഓക്കെ, 4 മിസ്റ്റർ റെഡി അല്ലേ? 4NH3 പ്ലസ് ഒന്ന് പറഞ്ഞേ 5O2. ഇതൊന്നും പറയാത്തത് 5O2. അത് അടുത്ത മറ്റേ പേജ് എടുക്ക്. ഗിവ്സ് ക്വസ്റ്റ്യനിൽ 4NH3 ആണോ? 4NH3 5O2 4NO plus 6H2O. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ആണോ തന്നിരിക്കുന്നത് അത് അതേപോലെ എടുത്തെഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ട്രിക്കിലെ സ്റ്റെപ്പ് നമ്പർ 1 ഞാൻ പറയാനാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മോൾസ് ആണ് തന്നിരിക്കുന്നത് നോക്കുക. എത്ര മോൾ? അമോണിയ 5 മോൾ, ഓക്സിജൻ 6 മോൾ ആണ് തന്നിരിക്കുന്നത്. സോ 5 6 അല്ലേ?
യെസ് Yes. 5 6 ആർത്തി പറഞ്ഞോ? പറഞ്ഞോ. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾ എഴുതുകയാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾ ആരാണ് ആർത്തി? ഇതാ ഇതിനു മുൻപിലുള്ള NH3യുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്പറാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 4 ആണ്. റൗണ്ട് ചെയ്തു. യെസ് 4. ആൻഡ് ഓക്സിജന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന 5 ആണ് ഓക്സിജന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പൊ അത് രണ്ടും എഴുതി വെച്ചാൽ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ആർട്ടി? SC എന്നാണ് നമ്മൾ എഴുതിയാൽ മതി. യെസ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസിനെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് നമ്പർ ഓഫ് മോൾസ്, അത് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. എത്ര ആർട്ടി? നോക്കാം. ഓക്കേ, എത്ര? 5/4. ഫസ്റ്റ് വൺ 5/4 is equal to 1.25. യെസ് 1.25. അടുത്തത് 6/5 ആണ് ഓക്സിജന്റേത്. 6/5 is equal to 1.2. അപ്പൊ ഇതിൽ ഏതാ ചെറുത്? കഴിഞ്ഞു. അപ്പൊ ആരാണോ ചെറിയ വാല്യൂ അയാളായിരിക്കും ലിമിറ്റിംഗ് റിയാക്ഷൻ അല്ലേ? ഇവിടെ 1.25 ആണോ 1.2 ആണോ ചെറുത്? 1.2 ആണ് ചെറുത്. സോ അതിന്റെ ഓണർ ആയിട്ടുള്ളത് ഓക്സിജൻ ആണ്. സോ ഹിയർ ഓക്സിജൻ ഇസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ കിട്ടിയല്ലോ. ആദ്യം സ്റ്റെപ്പ് എന്താ? നമ്പർ ഓഫ് മോൾസ് കണ്ടു, പിന്നെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതി. അടുത്ത നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കണ്ടു. ഏറ്റവും ചെറിയ വാല്യൂവിന്റെ ഓണർ ആയിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. 5 മിനിറ്റ് പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഓക്കേ, റെഡി. അടുത്തേക്ക് പോകല്ലേ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടി? ആരാണ്? O2 ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഒരു മാർക്ക് കിട്ടി. which is the excess reagent? അപ്പൊ കൂടുതലുള്ളത് ആരായിരിക്കും എക്സസ് റിയാക്ടന്റ് എന്നുള്ളതാണ്. ആരാണ് എക്സസ് റിയാക്ടന്റ്? ആരാ? അമോണിയ. രണ്ട് റിയാക്ടന്റേ ഉള്ളൂ. ആ റിയാക്ടന്റിൽ ആരാണോ കൂടുതലുള്ളത് അയാളാണ് എക്സസ് റിയാക്ടന്റ്. ആരാ? അമോണിയാണ് എക്സസ് റിയാക്ടന്റ്. അപ്പൊ അതും കൂടെ ഒന്ന് ആൻസർ എഴുതാം. അമോണിയ ആണ് എന്ത്? എക്സസ് റിയാക്ടന്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി മോൾസ് ഓഫ് NO are formed? 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോ മാർക്ക് വീതം കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, അവസാനത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക്. അപ്പൊ മൊത്തം 4 മാർക്ക് അല്ലേ? റെഡി. അപ്പൊ അടുത്ത ട്രിക്ക് എഴുതുന്ന എന്നാ അടുത്ത പേജ് എടുത്തോ. അടുത്ത പേജ് എടുക്കട്ടില്ലേ? യെസ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര മോൾസ് NO ആണ് ഫോം ചെയ്തത്. അപ്പൊ ആദ്യം എനിക്ക് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു ആർട്ടി. 4NH3 plus 4NH3 plus 5O2 gives 4NO plus 6H2 അല്ലേ? 4NO plus 6H2. ആർട്ടിന്റെ ട്രിക്ക് പറഞ്ഞോ, ഞാൻ എഴുതാം. വേണ്ട, കുറച്ച് മുന്നേ അങ്ങനല്ലേ? അപ്പൊ ഏതാണ് പ്രോഡക്റ്റ് എന്ന് കാണണ്ടേ? പ്രോഡക്റ്റിന്റെ അളവ് കാണാൻ പോവാണ്. ട്രിക്സ് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് 4 മാർക്കാണ്. വളരെ കുറഞ്ഞ സമയമാണ്. മൈൻഡിൽ എപ്പോഴും വേണം. അപ്പൊ ഏത് റിയാക്ടന്റും ഏത് പ്രൊഡക്റ്റും നമുക്ക് കണ്ടുപിടിക്കാം. അതിനാദ്യം നിങ്ങൾ ഈ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസിനെ ഞാൻ NNH3 എന്ന് എഴുതി. N എന്ന് വെച്ചാൽ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് ആണ്, ഡിവൈഡഡ് ബൈ അമോണിയയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് which is equal to 4. ആൻഡ് അത് എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ O2 ന്റെ നമ്പർ ഓഫ് മോൾസ്, അതിനെ ഞാൻ NO2 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 5 ആണ്. സോ ഡിവൈഡഡ് ബൈ 5. അതി ശ്രദ്ധിക്കണേ. which is equal to അടുത്തത് NO ആണ് ആദ്യത്തെ റിയാക്ടന്റ്. അപ്പൊ NO ഡിവൈഡഡ് ബൈ NOയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 4 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 4 which is equal to അടുത്തത് H2O ആണ്. H2O അപ്പൊ NH2O ഡിവൈഡഡ് ബൈ H2Oയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 6 ആണ്. സോ 6. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇനി നമുക്ക് ഇത്രയും അമോണിയ ഉപയോഗിച്ച് എത്രയും ഓക്സിജൻ ഉപയോഗിച്ച് എത്ര NO ഉണ്ടാവുന്ന, കാരണം ആരാണോ ലിമിറ്റിംഗ് റിയാക്ടന്റ് അയാൾ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മൾ അവരെ മാത്രം ഇക്വേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് NOയുടെ എമൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ NOനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അതായത് മക്കള് മക്കള് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എത്ര NO ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മാസ് NO ഉണ്ടാവില്ല, എത്ര മോൾ NO ഉണ്ടാവും കാൽക്കുലേറ്റ് ചെയ്യണം. അത് ആ തീരുമാനിക്കുന്ന ആരാ? ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ്. ലിമിറ്റിംഗ് റിയാക്ടന്റ് O2 ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത അപ്പൊ ആദ്യം നിങ്ങൾ ആരുടെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ റൗണ്ട് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പില് ആരാണോ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് അയാളെ റൗണ്ട് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങളോട് H2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇതിന്റെ റേഷ്യോ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് ലിമിറ്റിംഗ് റിയാക്ടന്റ്, ഒന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പ്രോഡക്റ്റും
അപ്പൊ NO2 ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? അടുത്ത് വേണ്ട NO2 നോക്കണോ? അമ്മു ആദ്യം നിങ്ങൾ നോക്കേണ്ടത് O2ന്റെ നമ്പർ ഓഫ് മോൾസ് 6 ആണ്. ഉറപ്പല്ലേ? ഷുവർ ആണ്. യെസ്. അപ്പൊ NO2 എന്ന് പറയുന്നത് 6 ആണ്, ഡിവൈഡഡ് ബൈ 5 അങ്ങനെ തന്നെ എഴുതുക. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NNO ആണ്. സോ അത് അങ്ങനെ തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ 4. ഇനി NNO കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? NNO is equal to multiply 6 into 4 divided by 5 ആണ്. 6 into 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 6 into 4 divided by 5 ആണ്. 24/5. 24/5. Yes. Okay. Number of moles of N കിട്ടി. Number of moles of N എത്ര കിട്ടി? ക്ലിയർ അല്ലേ? എത്ര കിട്ടി? NNO is equal to 24/5 ചെയ്താൽ മതി. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ക്ലിയർ അല്ലേ? ഇതിലൊരു സ്റ്റെപ്പ് ക്ലിയർ അല്ലേ മക്കള്? 4NH3 plus 5O2 gives എന്താ? 4NO plus 6H2O. അപ്പൊ number of moles of ammonia NNH3/4, number of moles of NO2/5, NNO/4, 4 point something കിട്ടും അല്ലേ? 4 point something കിട്ടും. അതവിടെ 24/5. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളോട് H2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇതും കൂടിയാണ് റേഷ്യോ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പൊ അവർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യെസ്, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്തോ. ഞാൻ തന്നെ ചെയ്യണം അല്ലേ? അല്ല, മറ്റേ ഞാനല്ലേ ചെയ്തത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും അല്ലേ? 2 moles of nitrogen അല്ല, മക്കളെ 2 മോൾ നൈട്രജനും 7 മോൾ ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാവുകയാണ്. അതിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ മിസ് ഓർമ്മിച്ച് വെച്ചാൽ N2 പ്ലസ് പറ. N2 plus 3H2 gives 2NH3. ആയിരിക്കണം, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. 3H2 gives 2NH3. Yes, number of moles പറഞ്ഞു. Number of moles. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് മോൾസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? നമ്പർ ഓഫ് മോൾസ് എഴുതിക്കോ. നമ്പർ ഓഫ് മോൾസ് എഴുതേണ്ട ആവശ്യം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് മോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇനി ഗ്രാമിലാണെങ്കിൽ വേണമെങ്കിൽ മോളിലേക്ക് കണ്ടുപിടിക്കുക അല്ലേ? N2 എത്ര മോൾ? അവർക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു കൊടുക്കാട്ടി. N2 നോക്കോ. N2 2 മോളാണ് ആൻഡ് ഹൈഡ്രജൻ 7 മോളാണ്. അപ്പൊ 2ഉം 7ഉം അവരുടെ ചോട്ടിൽ എഴുതുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് ഗേറ്റ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. 1 ആണ് നൈട്രജന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്, 3 ആണ് ഹൈഡ്രജന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്പർ ഓഫ് മോൾസിനെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതെ ആരാണ് കൂട്ടത്തിൽ ചെറുത് എന്ന് കണ്ടുപിടിക്കാം. 2/1. എത്ര? 2/1 2 ആണോ? 7/3 എത്ര? 2.33. ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ ആർട്ടിസ്റ്റ്. അപ്പൊ 2 ആണോ 2.33 ആണോ ചെറുത്? ഏറ്റവും ചെറിയ വാല്യൂ ആരാ പറയേ? നൈട്രജൻ ആണല്ലേ? നൈട്രജൻ ഓണർ ആരാ? ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിന്റെ ഓണർ ആണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. അപ്പോ ലിമിറ്റിംഗ് റിയാക്ടന്റിനെ കാൽക്കുലേറ്റ് ചെയ്ത് 1 മാർക്ക് ആർട്ടിസർ നേടി. 1 മാർക്ക് കിട്ടി. ഇനി എക്സസ് റിയാക്ടന്റ് ആരാന്ന് കൂടി ഞാൻ പറഞ്ഞതാ. എക്സസ് റിയാക്ടന്റ് ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ആരായിരിക്കും? ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? അപ്പൊ നൈട്രജൻ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ്, എക്സസ് റിയാക്ടന്റ് ഹൈഡ്രജൻ ആണ്. ഇനി മാസ് ഓഫ് അമോണിയ അല്ലെങ്കിൽ മോൾസ് ഓഫ് അമോണിയ കാണണം. മോൾസ് ഓഫ് അമോണിയ കാണാൻ അഞ്ജിത മിസ്സിന് മാത്രമേ പറ്റുള്ളൂ. അല്ല, ഈ ട്രിക്ക് എന്നെ പഠിപ്പിച്ചത് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് അമോണിയ ആർ ഫോംഡ്? ഉണ്ടായ ചായയുടെ എണ്ണം എത്ര? ആരാ തീരുമാനിക്കുക? ആരാ? പാലാണ് തീരുമാനിക്കല്ലേ? ഉണ്ടായ ചായ എത്ര അല്ലെങ്കിൽ എത്ര കപ്പ് കോഫി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ? എത്ര കപ്പ് കോഫി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത് പാലാണ് അല്ലെ? പാല് വെച്ചിട്ട് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഇവിടെ ആരാണ് കുറവുള്ളത്? ഇവിടെ കുറവുള്ളത് നൈട്രജൻ അല്ലെ? നൈട്രജൻ അല്ലേ? ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് പറയുന്നത് N2 ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുൻപ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരുടെയും നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ അവരുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. 1ന്റെ സ്റ്റോയിഷ്യോമെട്രിക് നൈട്രജന്റെ 1 ആണ്. അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 3. N അമോണിയ NNH3/2. അമോണിയയുടെ ഗേറ്റ് 2 ആണ്. സോ 2. ഇനി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആരെയാണ് ഒഴിവാക്കേണ്ടത് തീരുമാനിക്കുക. അവരെ ഒഴിവാക്കി കളി. ആരെ ഒഴിവാക്കേണ്ടത് മിസ്സേ? കണ്ടുപിടിക്കേണ്ടത് അമോണിയാണ്. സോ അമോണിയനെ ഞാൻ റൗണ്ട് ചെയ്തു.
ഇനി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അറിയണമെങ്കിൽ പിന്നെ റൗണ്ട് ചെയ്തത് ലിമിറ്റിംഗ് റിയാക്ടന്റിനെയാണ്. ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ് പ്രോഡക്റ്റ് തീരുമാനിക്കുന്നത്. പാലാണ് എത്ര കപ്പ് കോഫി ഉണ്ടാക്കണം തീരുമാനിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും റൗണ്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആയിരിക്കും, ഒരാള് നിങ്ങൾക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ. നിങ്ങൾക്ക് ഹൈഡ്രജന്റെ മോൾസ് ആണെങ്കിൽ ഹൈഡ്രജന്, അമോണിയയുടെ മോൾസ് ആണെങ്കിൽ അമോണിയനെ. ഇനി റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് കാണണ്ടേ? നമ്പർ ഓഫ് മോൾസ് 2 ആണ്. നമ്പർ ഓഫ് മോൾസ് 2 നമ്പർ ഓഫ് മോൾസ് നൈട്രജന്റെ 2 മോൾസ് ആണ്. അപ്പൊ 2 എഴുതി ഡിവൈഡഡ് ബൈ ദ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 which is equal to അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് divided by 2. Number of moles of ammonia 4 ആണ് അല്ലേ? 2 into 2 4 അല്ലേ? നമ്പർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ? 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 മോൾ അമോണിയ ആണ്. ഗ്രാം അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. എത്ര ഗ്രാം ആണെന്ന് വെച്ചാൽ മോളിനെ മാസ് ആക്കി മാറ്റാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മോളിനെ മാസ് ആക്കി മാറ്റാൻ മോളാർ മാസ്. സോ മാസ് ഓഫ് അമോണിയ 4 into 17 ആയിരിക്കും അല്ലേ? അതേപോലെ ചോദിച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിയാക്ടന്റ് ദാറ്റ് റിമൈൻസ് അൺറിയാക്റ്റഡ്. അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന റിയാക്ടന്റിന്റെ എമൗണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരാളെ കൂടെ കമ്പയർ ചെയ്യണം. അപ്പൊ ഹൈഡ്രജൻ ആണ് എക്സസ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട റേഷ്യോ ആരുടെയൊക്കെയാ? നമുക്ക് ഹൈഡ്രജന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നൈട്രജൻ ലിമിറ്റിംഗ് റിയാക്ടന്റും അതേപോലെ ഹൈഡ്രജനും. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഒന്ന് നോക്കിയേ, ഹൈഡ്രജൻ ആണ് അൺറിയാക്ട് ചെയ്യാതെ ബാക്കി കിടക്കുന്നത്. അപ്പൊ ഇനി അത് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ അപ്പൊ നമുക്ക് ഈ റേഷ്യോസ് കമ്പയർ ചെയ്യാം. അതായത് ബാക്കി ഉണ്ടാവുന്ന ഹൈഡ്രജന്റെ അളവാണ് കാണേണ്ടത്. അതായത് നൈട്രജൻ എത്ര ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു, ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് കാണണം. അപ്പൊ കണ്ടോ കമ്പയർ ചെയ്യേണ്ടത് NN2/1 അതേപോലെ NH2 അല്ലേ? ഹൈഡ്രജൻ ബൈ 3 ആണ്. സോ ഈ റേഷ്യോ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ 2 എത്രയാ? 2 ആണ്. 2 divided by 1 2 divided by 1 which is equal to NH2/3. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ NH2 എത്രയാ കിട്ടുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കിട്ടുക 6 ആണ്. എത്ര ഹൈഡ്രജനാ? 6 ഹൈഡ്രജൻ മതി. യെസ്, 3 into 2 which is equal to 6 moles. അപ്പൊ 6 മോൾ ഹൈഡ്രജൻ മതി. പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? നമ്മുടെ കയ്യിൽ 7 മോൾ ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ഈ റിയാക്ഷനിൽ വേണ്ട ഹൈഡ്രജൻ എണ്ണം എത്രയാ? 6 മോളേ ഉള്ളൂ. 6 മോള് മതി. പക്ഷെ 1 മോൾ ഇതിന്റെ കയ്യിൽ കൂടുതലാണ്. അത് അൺറിയാക്റ്റീവ് ആയിട്ട് കിടക്കും. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അൺറിയാക്റ്റഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. യെസ്, അപ്പൊ 1 മോൾ ആണ്. 7 - 6 which is 1 മോൾ. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇത്? ഈസി ട്രിക്ക് ആണല്ലേ? വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് റേഷ്യോസ് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ ഒന്ന് ഫിക്സ്ഡ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒന്നുമില്ല. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ആ പ്രോബ്ലം ചെയ്യുന്നത് അതിന്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന പ്രോബ്ലം ഇതൊന്നുമില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക? ട്രിക്കിലൂടെ പഠിച്ചു. ഇനി നമുക്ക് മോള് പഠിപ്പിച്ചാലോ? മോളുമായിട്ട് ബന്ധപ്പെട്ട ലിമിറ്റിംഗ് റിയാക്ടന്റ് നിങ്ങൾക്ക് സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ മോൾ കാൽക്കുലേഷൻ. ചെയ്തോട്ടെ. മോൾ കളിക്കുക. അപ്പൊ മോള് കാൽക്കുലേറ്റ് ചെയ്യില്ലേ? മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ആണ് തന്നെങ്കിൽ മിസ്സേ, മാസ് ആണ് തന്നെങ്കിൽ മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാ? എന്റെ എഴുത്ത് അത്ര സുഖമില്ല. മാസ് ആണ് തന്നെങ്കിൽ മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡ് ചെയ്യാ, അല്ല ഡിവൈഡ് ചെയ്യാ. മാസ് ബൈ മോളാർ മാസ്. എന്തെങ്കിലും സാധനം ഗ്രാമിലാണ് തന്നിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക അത് മാസ് ആണ്. അപ്പൊ മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി ലിറ്ററിലാണ് തന്നിരിക്കുന്നെങ്കിൽ അതിന്റെ വോളിയം ആണ് ഗ്യാസിന്റെ വോളിയം ആണ്. വോളിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്ടറിന്റെ വോളിയം ആണ് തന്നെങ്കിൽ 22.4 അടുത്ത നമ്പർ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ 6.022 അല്ലെങ്കിൽ 1000 ഇലക്ട്രോൺസ് ഇങ്ങനെയൊക്കെ നമ്പർ ആണ് തന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ഓർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. യെസ്, അപ്പൊ തീർന്നു. എന്ത് സിമ്പിൾ ആയിട്ടല്ലേ? നമുക്ക് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാം. മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ബൈ മോളാർ മാസ്. വോളിയം ആണെങ്കിൽ വോളിയം ബൈ STP ഡിവൈഡഡ് ബൈ 22.4. നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. യെസ്, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ ഈസ് 6.8 gram അമോണിയ. ഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഗ്രാം ആണ് തന്നെങ്കിൽ മോളാർ മാസ് ഓഫ് അമോണിയ ഞാൻ പറഞ്ഞ മിസ്സിന് 17 ആണ്. ഗ്രാം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അതൊക്കെ എഴുതണോ? നമ്പർ ഓഫ് മോൾസ് എത്ര മതി? നമ്പർ ഓഫ് മോൾസ് ഗിവൺ എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലർ മാസ് 17 ആണ്. ഗ്രാം മോളിക്കുലർ മാസ് 17 ആണ്. സോ നമ്പർ ഓഫ് മോൾസ് കാണാൻ 6.8 ഡിവൈഡ് ബൈ 17 അങ്ങനെ ചെയ്താൽ പോരെ? 6.8 ഡിവൈഡ് ബൈ 17 അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഫൈനൽ ആൻസർ എടുത്തോ. ഈസി ആണ്. നെക്സ്റ്റ് വൺ
അടുത്ത പെട്ടെന്ന് അത് കുറേ 11.2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. യെസ്, ഇവിടെ ലിറ്റർ ആണ്, അതായത് വോളിയം ആണ് തന്നിരിക്കുന്നത് മക്കളെ. വോളിയം തന്നാൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ STB ലെ വോളിയം എന്നാൽ വോളിയം STB ഡിവൈഡഡ് ബൈ 22.4 ആണ്. യെസ്, അപ്പോ ഏതാണെങ്കിലും വോളിയം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. വേണമെങ്കിൽ ആൻസർ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആൻസർ ഇട്ട് 1/2.5 അല്ലേ? 1/2.5. യെസ്, നെക്സ്റ്റ് വൺ. അടുത്തത് സ്പീഡ് ചെയ്യാണ് മക്കളെ. അടുത്ത പ്രോബ്ലം വേഗം ചെയ്യാം. അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് ആണ് തന്നത്. നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ തന്നത്. നമ്പർ ആണ് തന്നത്. നമ്പർ എന്നാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റംസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. യെസ്, അപ്പോൾ ഇവിടെ നമ്പർ ആണ് തന്നത്. അതർ ഡിവൈഡഡ് ബൈ 6.022 into It's very simple. 23. It's very simple. ചെയ്തോ? അത് റെഡി. ക്യാൻസൽ ചെയ്ത 10 അല്ലേ? 10 പവർ. അടുത്ത ദിവസം കഴിഞ്ഞോ? അപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾ എടുത്തുള്ളൂ. അപ്പോൾ ഇതിലെ നമ്പർ ആണ്. അപ്പോൾ നമ്പർ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. അതിന് മുന്നുള്ളത് വോളിയം ആയിരുന്നു. വോളിയം ഡിവൈഡഡ് ബൈ 22.4. അതിന് മുന്നേ ഉള്ളത് മാസ് ആയിരുന്നു. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങ് ക്രിസ്പ് ചെയ്ത് പഠിച്ചു അല്ലേ? ഇനി ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക് വളരെ കുറഞ്ഞ രീതിയിൽ പഠിപ്പിക്കാനല്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സ് ആയിട്ടും കമന്റ്സ് ആയിട്ടും ഒക്കെ അറിയിക്കുക. അതാണ് ഞങ്ങളുടെ പിന്നെ ഏത് ടൈപ്പ് പ്രോബ്ലം വേണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം വേണ്ടത്, ട്രിക്സ് ഏതൊക്കെ വേണം, ഈസി ആയിട്ട് പഠിക്കാൻ ഏതൊക്കെ ചാപ്റ്ററിന്റെ ലൈവ് വേണം ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കണ്ടിന്യൂസ് കമന്റ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങളെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ മിസ്സേ ബൈ പറഞ്ഞല്ലോ. ബൈ.